ബോധ്യപ്പെടുത്താനൊന്നുമല്ല. തീവ്രവാദവുമായി ബന്ധപ്പെട്ടോ ഭീകരവാദവുമായി ബന്ധപ്പെട്ടോ SKSF സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ മറ്റേതെങ്കിലും സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഞങ്ങൾ അക്രമത്തിനും ബോംബ് സംസ്കാരത്തിനും എതിരാണ് എന്ന് ഇവിടുത്തെ ഏതെങ്കിലും ആളുകളെ ബോധ്യപ്പെടുത്താൻ മുന്നിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യവും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിനെതിരെ ബോംബിന്റെയും അക്രമത്തിന്റെയും അതിക്രമത്തിന്റെയും കൊള്ളയുടെയും കവർച്ചയുടെയും തീവ്രത്തിന്റെയും ഒക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സംസ്കാരം എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആ സംസ്കാരം പരിശോധിക്കണം. കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് പാറാട് എന്ന് പറയുന്ന പ്രദേശത്ത് 2 ആഴ്ച മുമ്പ് 4 ചെറുപ്പക്കാർ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം കണ്ണൂർ ബോംബ് ഉണ്ടാക്കുന്ന പപ്പടം കാറ്റുന്ന പോലെയാണ്. അവർക്ക് വലിയ പുതുമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു ബോംബ് എന്ന് പറഞ്ഞ വാർത്തയാണ്. പക്ഷെ കണ്ണൂരിൽ ഒരു 2 ചാക്ക് ബോംബ് പിടിച്ചാലേ ജില്ലാ പേജിലെങ്കിലും വാർത്ത വരുള്ളൂ. അത് ആ നാടും ഈ നാടും തമ്മിലുള്ള വ്യത്യാസമാണ്. കണ്ണൂരിലെ പാറാട് എന്ന് പറയുന്ന പ്രദേശത്ത് 4 ചെറുപ്പക്കാർ ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടു. ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് പൊട്ടി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, 2 പേർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ 4 പേരും ആ നാട്ടുകാർക്കെല്ലാം അറിയാം, അവർ ആ നാട്ടിലെ പ്രധാനപ്പെട്ട LDF പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. ഒരു LDF അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ SKSF കൂടി ആവില്ലല്ലോ. SSFും SDP-യും ഒരു വീട്ടിലുണ്ടാവും. കാരണം അവർ തമ്മിൽ രഹസ്യമായി പല അലയൻസും ഉണ്ട്. LDFും ജമാഅത്തെ ഇസ്ലാമി ഒരുമിച്ചുണ്ടാവാം. ആശയപരമായി അവർ തമ്മിൽ പല സാമ്യങ്ങളുണ്ട്. പക്ഷേ ആ പ്രസ്ഥാനം ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ആ പ്രസ്ഥാനം ഇവിടുത്തെ സംഘടനയുടെ അവരുടെ ഗർഭപാത്രത്തിൽ ഇരിക്കെ തന്നെ പേര് പോലും എഴുതുന്നതിന് മുമ്പ് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് സമസ്തകളുടെ ജമാഅത്തും SKSFും. ഈ നിമിഷം വരെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു ശാഖയിൽ നിന്ന് എന്നെ ഒരു പ്രവർത്തകർ വിളിച്ചു ചോദിച്ചു, അല്ല നമുക്ക് SDP-ക്കാർ, അത് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, SDP-ക്കാർക്ക് SKSF മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ SKSF-കാരനായിരുന്ന ഒരാൾ ഇനി SDP ആയാലും ചെയ്യും, അവന്റെ മെമ്പർഷിപ്പ് കട്ടാക്കും. ആ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയില്ല. ഈ ബോംബ് നിർമ്മാണത്തിൽ പരിക്കേറ്റ 4 പേരും ആ നാട്ടിൽ അറിയപ്പെട്ട SDP-യുടെ പ്രവർത്തകരാണ്, LDF ആളുകളാണ്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോ അവര് 2 മൊഴികൾ കൊടുത്തു. ഒരു മൊഴി, ഞങ്ങൾ ഇത് എവിടെയും ആരെങ്കിലും പ്രയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, ഞങ്ങളത് കരാറെടുത്ത ആളുകളാണ്, ഞങ്ങൾക്കിത് നിർമ്മിക്കാൻ അറിയാം എന്ന രീതിയിൽ ഞങ്ങളത് കാശിന് കരാറെടുത്ത ആളുകളാണ്. ഒരു ബോംബിന് 800 രൂപ വെച്ച് 12 ബോംബ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കൂട്ടരോട് കൊട്ടേഷൻ വാങ്ങിയതാണ്. അതാരൊക്കെയാണ് എന്നിവർ പറഞ്ഞു കൊടുത്തു. മറ്റൊന്ന്, ഈ ബോംബ് നിർമ്മിക്കാനായ സാധന സാമഗ്രികൾ എത്തിച്ചെന്നത് വേറെ 2 ആളുകളാണ്. അവരെ പേരും പറഞ്ഞു കൊടുത്തു. ഇത് ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ട 4 പേരെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ട 4 പേർ അവർ AP വിഭാഗിടാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോംബ് ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ട 4 പേർ SKSF ആളുകളാണ് എന്ന രീതിയിൽ ഇവർ പ്രചാരണം തുടങ്ങി. ആ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അറിയാം, ഇവർ SKSF പ്രവർത്തകർ അല്ലെന്ന് മാത്രമല്ല, ഒരു ശാഖയുടെ ഒരു സാധാരണ യോഗം വിളിച്ചാൽ പോലും അവിടെ ഒരു അനുഭാവിയായി പോലും വന്നിരിക്കുന്നവരല്ല. ആ നാട്ടിലെ കച്ചറ കളിക്കുന്ന കുട്ടികളാണ്. സംഘടനാപരമായി ഒരു ബന്ധവുമില്ല, മെമ്പർഷിപ്പ് ഇല്ലാത്തവരും പറഞ്ഞാൽ ശരിയല്ല, അതിനേക്കാൾ അപ്പുറം ഒരു അനുഭാവം പോലും ഉള്ളവരല്ല. എന്റെ വല്യപ്പാന്റെ വാപ്പ പണ്ട് മല്ലമറ്റിലുണ്ടായിരുന്നു, പണ്ട് സമസ്ത മുഷാവ അംഗത്തിന് അടുത്ത താമസിച്ചിരുന്നു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. സംഘടനാപരമായി ഒരു ബന്ധവും അവരുടെ പേരിൽ ഇന്നുവരെ തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ മറ്റൊരു മൊഴി കൂടി കൊടുത്തിരുന്നു. ഈ പരിക്കേറ്റ 4 ആളുകൾ ഞങ്ങൾക്ക് ഈ ബോംബ് നിർമ്മിക്കാൻ, സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിച്ചു തന്നത് ഇവിടുത്തെ 2 SSF പ്രവർത്തകരായിരുന്നു. അവരെ പേര് പറഞ്ഞു. പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. അതോടുകൂടി പ്രകടനം നടത്തിയാൽ പിന്നെ കാണില്ല. പിന്നെ ബോംബുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ പറഞ്ഞൊക്കെ മാറ്റി പറഞ്ഞു.
ഇപ്പോ എല്ലാം കാടടച്ചിട്ട് ഒറ്റ വെടിയാണ്. ഇവർ ബോംബുണ്ടാക്കാൻ പോവാണ്, ഇവർ ഞങ്ങളെ ആക്രമിക്കാൻ പോവാണ്. എന്തിനാ കൂട്ടരെ നിങ്ങളെ ആക്രമിക്കാൻ ബോംബും തോക്കും? ഒരു മുടി പോലെ നിങ്ങളെ നിലക്ക് നിർത്താൻ ബോംബും തോക്കിന്റെ ആവശ്യമുണ്ടോ? ഒരു ബോംബിന് 800 രൂപയാണ്. നമ്മൾ 800 രൂപ ഉണ്ടെങ്കിൽ പൊതുയോഗം നടത്തും. എന്നിട്ട് ഇവരെ നേരിടാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നു, തോക്കുണ്ടാക്കുന്നു എന്ന രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പാറാട് പ്രദേശത്ത് ഈ 2 AP വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊക്കെ മാറ്റി പറയാൻ തുടങ്ങി. മാത്രമല്ല, ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഈ പാറാടിനടുത്ത് തൊട്ട് 7 കിലോമീറ്റർ അപ്പുറമുള്ള ചൊക്ലി എന്ന് പറയുന്ന പ്രദേശം, ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി ഉറപ്പുവരുത്തിട്ടാ പറയണം. ചൊക്ലി എന്ന് പറയുന്ന പ്രദേശത്ത് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ശിഷ്യനായ മുഹമ്മദ് സഖാഫി എന്ന് ഇടക്ക് പറയാറുണ്ട്, ഇടക്ക് മുഹമ്മദ് മുസ്ബാഹി എന്ന്. ചൊക്ലി എന്ന് പറയുന്ന പ്രദേശം പറയാറുണ്ട്. 2 ബിരുദമുള്ള ആളാണ് അത്രേ. ഇവർക്ക് പിന്നെ ബിരുദം 2-3 ആഴ്ച കൊണ്ട് കിട്ടുമല്ലോ. ഈ മുഹമ്മദ് സഖാഫി എന്നോ മുഹമ്മദ് മുസ്ബാഹി എന്നോ പറയപ്പെടുന്ന പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ശിഷ്യനായ ഈ പണ്ഡിത വേഷധാരിയായി നടക്കുന്ന ആളുടെ അനുജൻ സഹൽ എന്ന് പറയുന്ന അവിടുത്തെ സജീവ SSFന്റെ പ്രവർത്തകരുണ്ട്. അവരൊരു കൈപ്പത്തില്ല. ഇപ്പോൾ ആർക്കും പോയി നോക്കിയാൽ കാണാം. ഈ കൈപ്പത്തി നഷ്ടപ്പെട്ട എങ്ങനെയാണെന്നറിയോ? ബോംബെറിയുന്നതിന് പൊട്ടിയതാണ്. എന്ത് നാസർ പൈസ വെട്ടിയതല്ല, ബോംബ് പൊട്ടിയതാണ്. ആ ബോംബ് പൊട്ടിയതിനിടയിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട സഹൽ എന്ന് പറയുന്ന AP വിഭാഗത്തിന്റെ പ്രധാന പ്രവർത്തകൻ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിക്കുകയാണ്. ബോംബ് സംസ്കാരം നമ്മുടെ പേരിൽ ഇവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കണ്ണൂർ ജില്ലയിൽ തന്നെ വെള്ളിക്കീൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മദ്രസയിലേക്ക് സ്ത്രീകളും കുട്ടികളും വനിതാ ക്ലാസ്സിൽ വന്ന സമയത്ത് അവിടേക്ക് ബോംബെറിഞ്ഞു. ആര്? AP വിഭാഗത്തിലെ പ്രവർത്തകർ. അത് അവരല്ല, SKSFകാരാണ് ബോംബെറിഞ്ഞത് എന്ന് പറഞ്ഞ് അവർ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തി. അവർ തന്നെ ബോംബെറിയ, എന്നിട്ട് അവർ തന്നെ രാത്രി പ്രതിഷേധ പ്രകടനം നടത്തി. അവര് പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനിടയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ഹുസൈൻ മൗലവി എന്ന് പറയുന്ന അവരുടെ ആ നാട്ടിലെ പ്രാദേശിക നേതാവിന് ജുബ്ബയിൽ നിന്ന് ബോംബ് ചാടിപ്പൊട്ടി. ഇതൊക്കെ നാട്ടിലുണ്ടാകാം. ഞാൻ തമാശ പറയല്ല. ഈ വെള്ളിക്കീലിൽ ഈ ജുബ്ബയിൽ നിന്ന് ബോംബ് ചാടിപ്പൊട്ടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് SKSFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അവിടുത്തെ DYSP ഓഫീസിലേക്ക് അന്ന് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് പ്രസംഗിക്കാൻ പോയ ആളാണ് ഞാൻ. അത്ര ഉറപ്പുകൊണ്ടാ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ബോംബ് സംസ്കാരത്തിന്റെ പാരമ്പര്യ ആളുകളാണ് ഇന്ന് SKSFന്റെയും സമസ്തയുടെയും പേരിൽ ബോംബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ AP വിഭാഗം അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മതസംഘടനകൾ എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും ഒരു പ്രതിയോഗികൾ പോലുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭീഷണി പോലുമല്ല. കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ അത്രമേൽ വിശ്വാസ്യത നേടിയെടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. അത്രമേൽ വിശ്വാസം നേടിയെടുത്ത പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം മതപരമായ കാര്യങ്ങൾ പറയുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറില്ല. മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തോട് ആർജവത്തോടുകൂടി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ആ തീരുമാനങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ആയിരക്കണക്കിന് മഹല്ലുകളും സംവിധാനങ്ങളും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസ്ഥാനത്തിന് ഇവിടുത്തെ അവാന്തര വിഭാഗങ്ങളെ ഒരു ഭീഷണിയായി കാണേണ്ട യാതൊരു സാഹചര്യവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുലമയെ ആരെല്ലാം ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ പിന്തിരിഞ്ഞോടിയോ? ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു 5 മിനിറ്റ് കൂടി ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിവാദമുണ്ടായി. ആ വിവാദമുണ്ടായപ്പോ അത് കേവലം വിവാദമല്ല, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു നിയമപ്രശ്നമായി രൂപാന്തരപ്പെട്ടപ്പോ സ്വാഭാവികമായും അതിന് നിയമപരമായ ഒരു പരിരക്ഷ ലഭ്യമാകാൻ അപൂർവമായിട്ടാണെങ്കിലും 18 വയസ്സിന് താഴെയുള്ള വിവാഹം നടക്കുമ്പോൾ അതിന് നിയമപരിരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. സമസ്ത തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ മതസംഘടനകളും യോഗം വിളിച്ചു. ആ മതസംഘടനകളുടെ യോഗം വിളിച്ചപ്പോ ആ യോഗത്തിൽ 9 മുസ്ലിം സംഘടനകൾ പങ്കെടുത്തു. ആ 9 മുസ്ലിം സംഘടനകളുടെയും സാന്നിധ്യത്തിൽ ഈ വിഷയം ഗൗരവം അവർ അവതരിപ്പിച്ചു. എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും അതിന്റെ ഗൗരവത്തോടുകൂടി ആ വിഷയം ഉൾക്കൊണ്ടു. നിയമപരമായ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന് തന്നെ തീരുമാനിച്ചു. 2 തീരുമാനമാണ് ആ യോഗം എടുത്തത്.
ഒന്ന്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണം. രണ്ടാമത്തെ തീരുമാനം, ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമപരിരക്ഷ ലഭ്യമാക്കാൻ, ഈ നിയമപരമായ ഈ കുരുക്കുകളെ അതിജയിക്കാൻ ആവശ്യമായ ഒരു നിയമവിധേയമായ മാർഗത്തെ അവലംബിക്കാനും തീരുമാനിച്ചു. 9 മുസ്ലിം സംഘടനകൾ കൂടിയിട്ട് ഈ തീരുമാനമെടുത്തപ്പോ അവിടെ കൂടി യോഗത്തിൽ പങ്കെടുത്ത ചില പ്രതിനിധികൾ ചോദിച്ചു, ഈ യോഗത്തിൽ കാന്തൂർ വെപ്പിയ ബുക്രംസ്വരുടെ ആളുകളില്ലല്ലോ, അപ്പൊ അവരെ കൂടുതൽ സഹകരിപ്പിക്കുന്നതിൽ സമസ്തക്ക് വിയോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു. സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു, അവരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാത്തതിന് കാരണമുണ്ട്. കാരണം അവർക്ക് പണ്ടേ ഒരു ചോർച്ചയുടെ അസുഖമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ തബ്ലീ ജമാഅത്ത് മുജാഹിദ് പോലുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് പോയാൽ ആദർശം ചോർന്നു പോകും എന്നൊരു കാഴ്ചപ്പാടുള്ള ആളാണ് അവർ. അതുകൊണ്ട് ഞങ്ങൾ യോഗത്തിന് വിളിച്ചിട്ടില്ല. ഇനി അവർ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായി ആ യോഗത്തിൽ പങ്കെടുത്ത അബ്ദുറഹ്മാൻ പെരിങ്ങാടി പറഞ്ഞു, അവർക്ക് നല്ല ബന്ധമാണ്, അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞു. അവരുടെ വിദ്യാഭ്യാസ ബോർഡിലെ ജനറൽ സെക്രട്ടറിയായ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ AK അബ്ദുൽ ഹമീദിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അബ്ദുറഹ്മാൻ പെരിങ്ങാടി ടെലഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ 9 മുസ്ലിം സംഘടനകൾ യോഗം കൂടിയിട്ടുണ്ട്, വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ 2 തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങൾ കൂടി സഹകരിക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു, അത് അറിയിക്കാൻ വിളിച്ചാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉസ്താദോട്ട് സംസാരിച്ചപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം കൂടിയാലോചിച്ച് തിരിച്ചു വിളിച്ചു, നിങ്ങളെടുത്ത 2 തീരുമാനത്തെ ഞങ്ങൾ പിന്തുണക്കുന്നു, ഇൻഷാ അല്ലാഹ് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഞങ്ങളുടെ സംഘടനാ പ്രതിനിധി പങ്കെടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 മുസ്ലിം സംഘടനകളുടെ ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനമെടുത്തു. യോഗം പിരിഞ്ഞു. പിറ്റേ ദിവസം ചാനലുകൾ ചർച്ച, സജീവമായി ചർച്ച കൊണ്ടുവന്നു. ചാനലുകൾ വലിയൊരു അജണ്ട തന്നെ തയ്യാറാക്കിയിട്ട് മുസ്ലിം സംഘടനയ്ക്ക് 16 വയസ്സാക്കാൻ വേണ്ടിയിട്ട് സമരം തുടങ്ങാൻ പോകുന്നു എന്ന രീതിയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പഴയകാലത്ത് ഇസ്ലാമിക ശരീഅത്തിനെതിരായി ഉറഞ്ഞുകൊള്ളിയിരുന്ന കുറെ ആളുകളൊക്കെ വൈകിയിരുത്തി. ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും മുസ്ലിം വ്യക്തിനിയമത്തെ, മുസ്ലിം വിവാഹപ്രായത്തെക്കുറിച്ചും അതിലൊക്കെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കുറെ മുഫ്തിമാർ ഇങ്ങനെ വരിക്കു വന്നിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്മായിൽ സഖാഫി വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ സജീവമായപ്പോ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ചാനൽ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട കുറെ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. ആരൊക്കെയാണ്? ഒന്ന് പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ, വേറൊരാള് പ്രൊഫസർ M.N. കാരശ്ശേരി, ഡോക്ടർ M.N. കാരശ്ശേരി, വേറൊരാള് ആര്യാടൻ ഷൗക്കത്ത്. ജമാഅത്തെ ഇസ്ലാമി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെതിരാണ് എന്ന് പറഞ്ഞിട്ട്